Codds റൂളിനകത്തെ അടുത്ത റൂളാണ് Codds റൂൾ 3. Systematic treatment of null. This rule states about handling the nulls in database. As database consists of various types of data, each cell will have different data types. If any of the cell value is unknown or not applicable or missing, it cannot be represented as 0 or int. It will be always represented as null. This null should be acting irrespective of the data type used for the cell. When used in logical or arithmetical operation, it should result the value correctly. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ റിലേഷണൽ ഡേറ്റാബേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച കൂടെ തന്നെ പറഞ്ഞായിരുന്നു ഡേറ്റാബേസിനകത്ത് ചിലപ്പോഴൊക്കെ മിസ്സിംഗ് വാല്യൂസോ അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള വാല്യൂസോ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസോ ഇല്ലാതെ വരുമ്പോൾ അവിടെ നൾ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതേ പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് Codds റൂൾ 3-കകത്തും പറയുന്നത് ഡേറ്റാബേസിനകത്ത് ഒരു ഫീൽഡിനകത്ത് മിസ്സിംഗ് വാല്യൂ വരികയോ അല്ലെങ്കിൽ യൂസറിന് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ അറിയാതെ വരികയോ അല്ലെങ്കിൽ അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് വരികയോ ചെയ്താൽ അവിടെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യണം, നൾ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസിനകത്ത് പല ടൈപ്പിലുള്ള ഡേറ്റകൾ വരാം. ക്യാരക്ടർ ഡേറ്റ വരാം, അല്ലെങ്കിൽ നമ്പർ ഡേറ്റ വരാം, അല്ലെങ്കിൽ ഡേറ്റോ ടൈമോ, അങ്ങനെ പല ഡേറ്റകൾ വരാം. അപ്പൊ ആ ഡേറ്റകൾ എവിടെയൊക്കെയാണോ അൺനോൺ അല്ലെങ്കിൽ മിസ്സിംഗ് വരുന്നത് അവിടെയെല്ലാം നമ്മൾ നള്ളെന്ന് തന്നെ കൊടുക്കണം. അല്ലാതെ നമ്പറിന്റെ അവിടെയാണ് ഡേറ്റയൊന്നും ഇല്ലാതെ വരുന്നെങ്കിൽ അവിടെ 0 കൊടുക്കാനായിട്ട് പാടില്ല. ഇനി ആൽഫബറ്റ്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഏതെങ്കിലും ലെറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി ഡേറ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെയും 0 വെച്ച് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ടൈം ആണെങ്കിലും 0 വെച്ചും അല്ലെങ്കിൽ മറ്റ് ക്യാരക്ടറോ ഒന്നും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ ഡേറ്റ ടൈപ്പ് ആയിക്കോട്ടെ അവിടെയെല്ലാം വാല്യൂ ഇല്ലെങ്കിൽ നള്ളെന്ന് തന്നെ വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇനി യൂസർ ആക്സസ് ചെയ്യുന്നത് ഏത് ഡേറ്റ ടൈപ്പ് ആണോ അതിനനുസരിച്ച് യൂസറിന് ആ വാല്യൂ ആക്യുറേറ്റ് ആയിട്ട് കിട്ടിക്കോളും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഒരു നമ്പർ ഫീൽഡിലാണ് നമുക്ക് വാല്യൂ ഇല്ലാതെ വരുന്നതെങ്കിൽ അവിടെ നമ്മൾ 0 വെച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പാടില്ല. പകരം എന്തെന്ന് തന്നെ കൊടുക്കണം, നൾ എന്ന് തന്നെ വേണം ഡിഫൈൻ ചെയ്ത് വെക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ആ ഡേറ്റാബേസിനകത്തെ ആ ഫീൽഡ് നൾ ആണെന്നുള്ള കാര്യം അവിടെ ഉറപ്പാകത്തുള്ളൂ. അതാണ് റൂൾ 3. ഇനി അടുത്തതാണ് Codds റൂൾ 4. ആക്റ്റീവ് ഓൺലൈൻ കാറ്റലോഗ്. This rule illustrates data dictionary. Metadata should be maintained for all the data in the database. These metadata should also be stored as tables, rows and columns. It should also have access privileges. In short, these metadata stored in the data dictionary should also obey all the characteristics of a database. Also, it should have correct up to date data. We should able to access these metadata by using same query language that we use to access the database. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, 4ാമത്തെ റൂളിനകത്ത്, അതായത് ആക്റ്റീവ് ഓൺലൈൻ കാറ്റലോഗ് എന്ന് പറയുന്ന റൂളിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസിന്റെ കൂടെ തന്നെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡിക്ഷണറി ആണ് അല്ലെങ്കിൽ മെറ്റാഡേറ്റയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ എന്താണോ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ പാർട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എത്ര ടേബിൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര കോളംസ് ഉണ്ട്, ഓരോ കോളത്തിനകത്തും അതിന്റെ ഹെഡിങ് എന്താണ്, എന്തൊക്കെ ഡേറ്റയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, എത്ര ടപ്പിൾസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെറ്റാഡേറ്റയ്ക്കകത്താണ്. ഇപ്പൊ യൂസർ റിക്വസ്റ്റ് കൊടുക്കുമ്പം നമ്മൾ ആദ്യമേ പോയി മെറ്റാഡേറ്റയ്ക്കകത്ത് പോയി തപ്പും. യൂസർ കൊടുത്തിരിക്കുന്ന ഡേറ്റ എവിടെ ഏത് ലൊക്കേഷനാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടാണ് ആ ലൊക്കേഷനിൽ പോയി ആ ഡേറ്റ റിട്രീവ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ മെറ്റാഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നതും ഒരു റിലേഷണൽ ഡേറ്റാബേസ് തന്നെയാണ്. അപ്പം നമ്മുടെ റിലേഷണൽ ഡേറ്റാബേസ് നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്വറി ലാംഗ്വേജ് ഏതാണോ ആ സെയിം ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡേറ്റ ഡിക്ഷണറി അല്ലെങ്കിൽ മെറ്റാഡേറ്റ എന്ന് പറയുന്ന ഡേറ്റാബേസിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, സെലക്ട് സ്റ്റാർ ഫ്രം ഓൾ ടാബ്. ഇവിടെ ടാബ് എന്ന് പറയുന്നത് ഒരു മെറ്റാഡേറ്റയാണ്. അതായത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റാബേസിനകത്തെ
ടേബിളുകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിൾ ആണ് ടാബ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, സെയിം ഒരു കൊറി ലാംഗ്വേജ് SQL യൂസ് ചെയ്ത് തന്നെയാണ് ഈ മെറ്റാഡേറ്റയെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ടാബിനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കിട്ടും? നമ്മുടെ ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിളിനകത്തെ ഇൻഫർമേഷൻസ് എല്ലാം ഈ ടാബിനകത്തുണ്ട്. അപ്പൊ ഇത്രയും കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഈ സെയിം SQL കൊറി യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഡേറ്റാബേസിനകത്തുള്ള ഒറിജിനൽ ടേബിൾസിന് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെറ്റാഡേറ്റയ്ക്കകത്ത ടേബിൾസോ അല്ലെങ്കിൽ ടപ്പിൾസോ കോളംസോ എന്തിനു വേണമെങ്കിലും ആക്സസ് ചെയ്യുന്നതും എന്ത് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം? സെയിം കൊറി ലാംഗ്വേജ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. അടുത്തതാണ് കോഡ്സ് റൂൾ 5, കംപ്രഹെൻസീവ് ഡേറ്റ സബ് ലാംഗ്വേജ് റൂള്. Any RDBMS database should not be directly accessed. It should always be accessed by using some strong query language. This query language should be able to access the data, manipulate data and maintain the consistency and integrity of the database. The query should make sure that the transaction is fully complete or not done at all. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു DBMS അല്ലെങ്കിൽ RDBMS എന്ന് പറയുന്നത് ഡേറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. പക്ഷേ DBMS മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്ന ആ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫിസിക്കൽ മീഡിയത്തിലായിരിക്കും. ഡിസ്കോ ടേപ്പോ അങ്ങനെയുള്ള ഫിസിക്കൽ മീഡിയത്തിലായിരിക്കും നമ്മൾ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലോ ലെവൽ ലാംഗ്വേജ് വേണം. അപ്പൊ ഈ ലോ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഡിസ്കിൽ നിന്ന് ഡേറ്റ എടുക്കാനും അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് എടുക്കാനും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ കൊറി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ RDBMS അല്ലെങ്കിൽ DBMSന്റെ ഒരു പാർട്ടാണ് ഈ കൊറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. കൊറി ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു C പ്രോഗ്രാമോ അല്ലെങ്കിൽ ജാവ പ്രോഗ്രാമോ ചെയ്താൽ യൂസറിന് അറിയാവുന്ന രീതിയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് കോഡ് ടൈപ്പ് ചെയ്യുന്നു. ആ കോഡിനെ നമ്മൾ കമ്പൈലറോ അല്ലെങ്കിൽ ഇന്റർപ്രിറ്ററോ യൂസ് ചെയ്ത് ലോ ലെവൽ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടല്ലേ ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും യൂസറിന് അറിയാവുന്ന രീതിയിൽ DBMS യൂസ് ചെയ്ത് സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജിലോട്ട് ഡേറ്റാബേസിനകത്ത് കൊടുക്കുന്ന ഡേറ്റകളെല്ലാം കൊടുക്കുന്നു. ആ SQL ഇതിനിടയിൽ നിന്ന് ലോ ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ലോ ലെവലിൽ നിന്നും തിരിച്ച് SQLോട്ടും കൺവേർട്ട് ചെയ്ത് യൂസറിന് വേണ്ട റിസൾട്ട് കൊടുക്കുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. DBMSന്റെ കൂടെ ഒരു സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജും കൂടെ യൂസ് ചെയ്ത് ലോ ലെവലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഫിസിക്കൽ മീഡിയത്തിലുള്ള ഡേറ്റാനെ നമുക്ക് DBMS യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം ഒരു കൊറി ലാംഗ്വേജ് യൂസ് ചെയ്ത് ലോ ലെവൽ ലാംഗ്വേജുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആക്സസ് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആയിട്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന SQL എന്ന് പറയുന്ന ഒരു കൊറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്കൽ മീഡിയത്തിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾസോ കോളംസോ അല്ലെങ്കിൽ റെക്കോർഡ്സോ ടപ്പിൾസിനെ ഒക്കെ നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതാണ് കോഡ്സ് റൂൾ 6, വ്യൂ അപ്ഡേറ്റിംഗ് റൂള്. Views are the virtual tables created by using queries to show the partial view of the table. That is, views are subset of table. It is only partial table with a few rows and columns. This rule states that views are also be able to get updated as we do with its table. ഇപ്പൊ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താണ്? വിർച്വൽ ടേബിൾ ആണ്. അതായത് ഓരോ യൂസറിന്റെ നീഡിനനുസരിച്ച് അവർക്ക് വേണ്ടുന്ന കോളംസോ അല്ലെങ്കിൽ ടേബിളിനകത്തെ കുറച്ച് ഫീൽഡ്സ് വെച്ച് മാത്രം ഒരു ടേബിളിന്റെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി ഉള്ള ഒരു ടേബിളിനെ നമ്മൾ എന്തെങ്കിലും മോഡിഫൈ ചെയ്താൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂവിനകത്തും ആ അപ്ഡേഷൻ വരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഫീൽഡ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ടേബിളിനകത്ത് ചെയ്താൽ നമ്മൾ ആ ടേബിൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂവിനകത്തും അതേ ഫീൽഡുകൾ ആഡ് ചെയ്യോ റിമൂവ് ചെയ്യോ ഒക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ റൂളിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു ഡേറ്റാബേസിനകത്ത് ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ലെന്നാണ് പറയുന്നത്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഈ റൂൾ എന്നാണ് പറയുന്നത്. ഒരു ഡേറ്റാബേസ് പോലും അല്ലെങ്കിൽ ഒരു DBMS പോലും ഈ റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതില്ല. കാരണം എന്താണ്? ഒരു ടേബിളിന് പല വ്യൂസ് ഉണ്ടാകും. അതായത് ഇപ്പൊ ഒരു 10 യൂസർ ഉണ്ടെങ്കിൽ 10 യൂസറിനും 10 വ്യൂ ആയിരിക്കും വേണ്ടത്. അവർ 10 ഫീൽഡുകളായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ടേബിളിനകത്ത് ഒരു പുതിയ ഫീൽഡ് ആഡ് ചെയ്തെന്ന് വെച്ച് ആ 10 യൂസറിനും ചിലപ്പോൾ ആ ഫീൽഡുകൾ വേണമെന്ന് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ചിലപ്പോൾ 1-2 യൂസർക്ക് മാത്രം മതിയായിരിക്കും നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ.
അപ്പൊ ആ പുതിയ അല്ലെങ്കിൽ ഉള്ള യൂസറുകൾക്ക് എപ്പോഴാണ് ആ പുതിയ ഫീൽഡ് ആവശ്യം വരുന്നത് അപ്പൊ മാത്രം അവർ ആ വ്യൂവിനകത്ത് മാറ്റം വരുത്തിയാൽ മതി. അല്ലാതെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യൂവിനെ ടേബിൾ മാറുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അതുകൊണ്ടാണ് ഈ റൂള് എല്ലാ ഡേറ്റാബേസും സാറ്റിസ്ഫൈ ചെയ്യാത്തതിന്റെ ഒരു കാരണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് കോഡ്സ് റൂള് 7 ആണ്. ഹൈ ലെവൽ ഇൻസേർട്ട് അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഒരു ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ട്രക്ചർഡ് ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യാൻ. അതിനകത്ത് നടക്കേണ്ട ഓപ്പറേഷൻസ് മെയിൻ ആയിട്ടും ഇത്രയും കാര്യങ്ങളെങ്കിലും നടന്നിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്, അതുപോലെ തന്നെ യൂണിയൻ, യൂണിയൻ ഓൾ, മൈനസ്, ഇന്റർസെക്ട്, ഇന്റർസെക്ട് ഓൾ. ഇത്രയും ഓപ്പറേഷൻസ് എങ്കിലും പെർഫോം ചെയ്യാൻ കഴിവുള്ള ക്വറി ലാംഗ്വേജ് വേണം നമ്മൾ DBMS അല്ലെങ്കിൽ RDBMSനകത്ത് യൂസ് ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, all these operations should not be restricted to single table or row at a time. It should be able to handle multiple tables and rows in its operation. പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിനിമം ഇൻസേർട്ടും ഡിലീറ്റും അപ്ഡേറ്റും അതുപോലെ തന്നെ യൂണിയനും യൂണിയനോളും മൈനസും ഇന്റർസെക്റ്റും ഇന്റർസെക്റ്റോളും എന്ന് പറയുന്ന ഇത്രയും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്വറി ലാംഗ്വേജ് വേണം. അതുപോലെ തന്നെ അറ്റ് എ ടൈമില് ഒരു റോയ്ക്കോ അല്ലെങ്കിൽ ഒരു ടേബിളിനോ മാത്രം പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള കഴിവ് പോരാ. എന്തോരെ വേണം? ഒരു സമയത്ത് തന്നെ ഒന്നിലധികം ടേബിൾസോ അല്ലെങ്കിൽ ഒന്നിലധികം റോസിനോ ഈ സെയിം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ക്യാപ്പബിലിറ്റിയും കൂടെ ആർക്ക് വേണം? ഈ ക്വറി ലാംഗ്വേജിന് വേണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടേബിള്, ആ ടേബിളിനകത്ത് ഒരു കണ്ടീഷൻ വരികയാണ്. ആ ടേബിളിനകത്തുള്ള എംപ്ലോയികളുടെ ഡീറ്റെയിൽസിനകത്ത് അവരുടെ സാലറി 5% കൂടുകയാണ് ഒരു വർഷം. അപ്പൊ നമുക്ക് ഈ SQL എന്ന് പറയുന്ന ക്വറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്ത് പറ്റണം? എത്ര എംപ്ലോയീസ് ഉണ്ടോ ആ എംപ്ലോയീസിന്റെ എല്ലാം സാലറി എന്ന് പറയുന്നത് 5% കൂടണം ഒറ്റ ക്വറിയിൽ തന്നെ. അല്ലാതെ 100 എംപ്ലോയി ഉണ്ടെങ്കിൽ 100 എംപ്ലോയിക്ക് വേണ്ടിയിട്ടും 100 ക്വറി എഴുതി അത് എക്സിക്യൂട്ട് ചെയ്യുവല്ല വേണ്ടത്. ഒറ്റ ക്വറിയിൽ തന്നെ അറ്റ് എ ടൈമിൽ തന്നെ എത്ര റോസ് ഉണ്ടോ, അതായത് എത്ര എംപ്ലോയീസ് ഉണ്ടോ അത്ര എംപ്ലോയീസിനും ആ ഓപ്പറേഷൻസ് അവിടെ അപ്ഡേറ്റ് ആവണമെന്നാണ് പറയുന്നത്. അതാണ് എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്.